നമസ്കാരം. മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. കുട്ടികൾക്കായി കോതമംഗലത്ത് നോ വെഹിക്കിൾ ചലഞ്ച് സംഘടിപ്പിച്ചു. പുതുതലമുറയും സമൂഹവും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ബാലസഭയുടെ നേതൃത്വത്തിലായിരുന്നു പ്രോഗ്രാം. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിൽ പരിസ്ഥിതി ബോധവും കാർബൺ എമിനേഷൻ കുറയ്ക്കുന്നതിനുള്ള ജീവിതശൈലിയും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കോതമംഗലം നഗരസഭ CDS നോ വെഹിക്കിൾ ഡേ ചലഞ്ച് സംഘടിപ്പിച്ചു. തദ്ദേശ സ്ഥാപന പരിധിയിൽ ഉൾപ്പെടുന്ന കുട്ടികളെ ഉൾപ്പെടുത്തി ഒരു ദിവസം പൂർണ്ണമായും മോട്ടോർ വാഹനങ്ങൾ ഒഴിവാക്കുന്ന പ്രോഗ്രാമാണിത്. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു ഡേ ചലഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് കേരളത്തിലൊട്ടാകെ കുടുംബശ്രീകളിലെല്ലാം ഈ പരിപാടി നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ചലഞ്ചായി നോ വെഹിക്കിൾ ഡേ ചലഞ്ച്. അതായത് വെഹിക്കിൾ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം കാർബൺ പുറത്തേക്ക് പോവുകയും അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതുമായൊരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് അത് ഇല്ലാതാക്കണം എന്ന് ചെറിയൊരു പ്രചോദനം അതിനിവിടെ കൂടുതൽ വണ്ടികൾ ഉപയോഗിക്കാതിരിക്കാനും കൂടുതൽ കാർബൺ പുറത്തേക്ക് വിടാതിരിക്കുവാനും വേണ്ടിയുള്ള ഒരു പ്രചോദനമായിട്ട് ഒരു മുദ്രാവാക്യമായിട്ടാണ് ഇവിടെ ഈ പരിപാടി ആരംഭിക്കുന്നത്. ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. കഴിയുന്നത്ര നടന്നു പോവുകയോ സൈക്കിൾ ഉപയോഗിക്കുകയോ ഒരു ഗതാഗതം തിരഞ്ഞെടുക്കുകയോ ചെയ്യും. CDS ചെയർപേഴ്സൺ അമ്പിളി ശശാങ്കൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനൂപ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. ബാലസഭ RP ലീല CK, വൈസ് ചെയർപേഴ്സൺ മേഴ്സി സണ്ണി, CDS മെമ്പർമാരായ ബിന്ദു പ്രഭാകരൻ, സൂസമ്മ ബൈജു, ഉപസമിതി അംഗം മേഴ്സി ജോസ്, ബാലസഭാ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ധന വാഹനങ്ങൾ ഒഴിവാക്കി സൈക്കിൾ ഉപയോഗിക്കുക, പരിസ്ഥിതി സൗഹൃദ ശീലങ്ങൾ രൂപപ്പെടുത്തുക, പ്രാദേശിക വിഭവങ്ങളും പ്രശ്നങ്ങളും തിരിച്ചറിയുക, ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുക തുടങ്ങിയ ആശയങ്ങൾ കുട്ടികൾക്ക് പകർന്നു നൽകുന്നതായിരുന്നു നോ വെഹിക്കിൾ ഡേ ചലഞ്ചിന്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.